പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധിയിൽ വളരണമെങ്കിൽ നമുക്ക് വേണ്ട മറ്റൊരു പുണ്യമാണ് എളിമയുണ്ടാവണം. എളിമയില്ലാതെ ഒരാൾക്കും വിശുദ്ധിയിൽ വളരാൻ പറ്റത്തില്ല. വലിയ കാറ്റും കോളും ഉണ്ടായി. അഹങ്കാരമുള്ളൊരു മരം അവനിങ്ങനെ ചില്ലകൾ വിടർത്തി തന്നെ നിന്നു. അടുത്തിരുന്ന മരങ്ങളൊക്കെ പറഞ്ഞു, നീ ആ കാറ്റിനൊപ്പം ചാഞ്ഞിരുന്ന നിനക്ക് ജീവിക്കാം, അതല്ലെങ്കിൽ നീ കടപഴകി വീഴുമെന്ന്. മരം അത് കേട്ടില്ല. ശക്തമായ കാറ്റുണ്ടായി അത് നിലം പൊത്തി. തൊട്ടടുത്തുള്ള മരങ്ങളൊക്കെ ചാഞ്ഞിരുന്നു, കാറ്റിനോടൊപ്പം ചരിഞ്ഞിരുന്നു. അവർ എളിമയോടെ ജീവിതം മുന്നോട്ട് നയിച്ചു. എളിമ വേണം. ഈ ലോകത്തിൽ സാത്താൻ ഒരു കൊടുങ്കാറ്റ് പോലെ ആളുകളെ തകർക്കാനായിട്ട് കടന്നവരാണ്. ജഡിക പാപങ്ങളിലൂടെ, മാനസികമായ ഞെരുക്കങ്ങളിലൂടെ, ഡിപ്രഷനിലൂടെ, വെറുപ്പിലൂടെ, വൈരാഗ്യത്തിലൂടെ, ഭയത്തിലൂടെ ഒക്കെ സാത്താൻ ഇങ്ങനെ ഞെരുക്കാൻ വരെയാണ്. അപ്പം അതിനിടയിൽ സാത്താൻ തകർക്കുന്ന ഞെരുക്കുന്ന ഈ ലോകത്തെ നമുക്ക് എളിമയോടെ ദൈവശക്തിയിൽ ആശ്രയിച്ച് മറികടക്കാനായിട്ട് സാധിക്കണം. വചനം പറയുമല്ലോ, യെശയ്യാ 66:2, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഏറ്റവും വിറയലോടെ എളിമയോടെ കർത്താവിൻ്റെ വചനങ്ങൾ സ്വീകരിച്ച് താഴ്മയോടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞത്? ലൂക്കാ 1:48, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദാസിയുടെ താഴ്മയെ, ആ താഴ്മയിലാണ് കർത്താവിൻ്റെ കൃപ വരിക. ആ എളിമയിലാണ് കർത്താവിൻ്റെ കൃപ വരിക. കർത്താവിൻ്റെ മുന്നിൽ എളിമയോടുകൂടെ വ്യാപരിക്കാം. ലൂക്കാ 1:51-52, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. എളിയവരെ കർത്താവ് വിശുദ്ധിയിലേക്ക് ഉയർത്തും. എളിയവരെ കർത്താവ് സ്വർഗത്തിലേക്ക് ഉയർത്തും. എളിയവരെ കർത്താവ് അവിടുത്തെ ഹൃദയത്തിലേക്ക് ഉയർത്തും. എളിമയോടുകൂടെ ജീവിക്കാം. വിശുദ്ധിയുടെ വഴിയിലൂടെ നമുക്ക് നടക്കാം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എളിമപ്പെടാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.